ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയ്യിൻ അസ്മാ അൽ ആലത്തി ഫീമ യഅതി. തുടർന്നു വരുന്നതായതിൽ ഇസ്മുൽ ആലത്തുകളെ നീ നിർണയിക്കണം. അയ്യിൻ എന്ന് പറഞ്ഞാൽ നീ നിർണയിക്കണം. അസ്മാ അൽ ആലാത്തി ഇസ്മുൽ ആലത്തുകളെ. ഫീമ യഅതി തുടർന്നു വരുന്നതായതിൽ. വദ്കുർ വസ്ന കുല്ല വാഹിദിൻ മിൻഹ. അതിൽ ഓരോന്നിൻ്റെയും വസ്നെയും നീ പറയണം, നീ സ്മരിക്കണം, നീ പറയണം. ഹദീസാണ് കേട്ടോ. അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം, തീർച്ചയായും അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിനി. The believer is the believer's mirror. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ നിർണയിക്കണം. ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ കണ്ണാടിയാകുന്നു. ഏതാണ് അസ്മാഉൽ ആല? അതില് വസൻ. വസൻ ഏത് പാറ്റേണിലാണ് വരുന്നത്? മിഫ് ആലുണ്ട്. മിഫ് ആലത്തുനാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇത് ഓക്കെ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആമന, ഫോം ഫോർ ആമന യുഅ്മിനു. അതിൻ്റെ ഇസ്മു ഫായിലാണ് മുഅ്മിനു എന്നത് കേട്ടോ. അൽ മുഅ്മിനു മുബ്തദഅ മർഫൂഉൻ മിർആത്തു ഖബറുൻ മർഫൂഉൻ വഹുവ മുളാഫ്. അൽ മുഅ്മിനി മുളാഫുൻ ഇലൈഹി മജ്റൂറുൻ അലാമത്തു ജർഹി അൽ കസ്റത്തു ളാഹിറ. അടുത്ത ഹദീസ് പറയാട്ടാ. ഫി ഹദീസിൻ ഒരു ഹദീസിൽ, ഒരു ഹദീസിൻ്റെ ചെറിയൊരു ഭാഗമാണ് പറയുന്നത് കേട്ടോ. നസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിർഖാത്തൻ മിനൽ മിമ്പരി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ നിന്നും ഒരു പടി ഇറങ്ങി. സ്റ്റെപ്പ് ഓഫ് ദ came down one step of the pulpit. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ അസ്മാഉൽ ആല. മിർഖാത്തുനാണ് അതിലെ അസ്മാഉൽ ആല. മിർഖാത്തുൻ എന്ന് പറയാം. അതവിടെ മഫ്ഊൽ ബിഹി ആയതുകൊണ്ടാണ് മിർഖാത്തൻ എന്ന് വന്നത്. അവിടെ നസല ഫിഅൽ മാളി മബ്നിയുൻ അലൽ ഫത്ഹി റസൂൽ ഫായിൽ മുളാഫ് മുളാഫ് ഇലൈഹി സ്വല്ല ഫിഅൽ മാളി അല്ലാഹു ഫായിൽ അലൈഹി ജാറുൻ വ മജ്റൂറുൻ സല്ലമ ഫിഅൽ മാളി ഫായിൽ ഹുവ മുസ്തദർ തഖ്ദീർ ഹുവ. മിർഖാത്തൻ എന്നുള്ളത് പടി അത് മഫ്ഊലുൻ ബിഹി ആണ് കേട്ടോ. മിനൽ മിമ്പരി ജാറുൻ വ മജ്റൂറുൻ റവാഹു അഹ്മദ് ഫിഅലും ഫായിലും മഫ്ഊലുൻ ബിഹി ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ. ഫി ഹദീസിൻ ഒരു ഹദീസിൽ ത്വാഫ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വാഫ നബിയു അലൈഹി സ്വലാത്തു വസ്സലാമു ഫി ഹജ്ജത്തിൽ വിദാഇ അലാ ബഈരി യസ്തലിമുർ റുക്ന ബിൽ മിഹ്ജനി. എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദായിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഈറിന്മേൽ തവാഫ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? മറ്റേ റുക്കിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റുക്കിനെ പിന്നെ വടി കൊണ്ട് സ്പർശിച്ചു എന്നാണ് പറയണത് കേട്ടോ. റുക്കിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹജറുൽ അസ്വദാണ് ഇവിടെ ഉദ്ദേശം കേട്ടോ. റുക്കിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കൊടുത്തുണ്ടാവും.
ഞാൻ നോക്കിയപ്പോൾ ഹജറുൽ അസ്വദ് എന്നാണ് ഉദ്ദേശം. ഹജറുൽ അസ്വദിനെയാണ് റുക്കന് എന്ന് പറയുന്നത്. കോർണറിലാണല്ലോ ഹജറുൽ അസ്വദ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അത് ബൈറ എന്താന്ന് പറഞ്ഞുതരാം കേട്ടോ. തോഫ ഫേലുൻ മാലിൻ മബനിയുൻ അലൽ ഫതഹി അന്നബിയു ഫായില് അലൈഹി ജാറുൻ വ മജ്റൂറുൻ. പിന്നെ അസ്സലാത്തു എന്നുള്ളത് മുബത്തദ. വാവ് ഹർഫുൽ അത്ഫ്. സ്വലാമു മഅ്തൂഫുൻ അല സ്വലാത്തു. ഫി ഹജ്ജത്തി ജാറുൻ വ മജ്റൂറുൻ. ഹജ്ജത്തി മുളാഫ് അൽ വിദാഇ മുളാഫുൻ ഇലൈഹി. അലൽ ബഈരി ജാറുൻ വ മജ്റൂറുൻ. യസ്തലിമു എന്നുള്ളത് ഫേലുൻ മുളാരിയുൻ മർഫൂഉൻ ബിളമ്മതി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. അർറുക്ന മഫൂലുൻ ബിഹി ബിൽ മഹ്ജനി എന്നുള്ളത് ജാറുൻ വ മജ്റൂറുൻ. അലൽ ബഈരി എന്ന് പറഞ്ഞ എവിടെയാ ടീച്ചറെ? ബഈരി എന്താ? ബഈരി പറയട്ടെ വെയിറ്റ് ചെയ്യട്ടെ. ഇവിടെ എവിടെ ഉണ്ട് ബഈരി എന്താണെന്ന് നോക്കട്ടെ കേട്ടോ. അത് ഒട്ടകമാണ് ബൈർ. പക്ഷേ ബൈറിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. ഒട്ടകമാണ് കേട്ടോ. അടിയിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ബുക്കിലാണെങ്കിൽ തൊട്ടടിയിലുണ്ട്. ഞാനത് എവിടെയോ ഉണ്ടായിരുന്നെന്ന് വെച്ച്. ഇതിൽ ഏതായിരുന്നു ഇസ്മുലാല? മെഹ്ജന എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. വടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വായിച്ചു തരാം കേട്ടോ. അതിൻ്റെ അടിയിലുണ്ട്. ബഹീറും മെഹ്ജനൊക്കെ അടിയിലുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണ്? ഒരു വളഞ്ഞ വടിയാണ് ബഹീർ. അതിൻ്റെ താഴെ ഉണ്ട്. പിന്നെ മെഹ്ജന എന്താണെന്നുണ്ട് കേട്ടോ. ഹജനയാണ് അതിൻ്റെ ഫിഅൽ കേട്ടോ. മെഹ്ജൻ ഏതാ വസ്ന്? ഹജന യഹ്ജുനു. അതിൻ്റെ വസ്ന് അത് മിഫ്ആലുനാണ് വസ്ന് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ബൈറും പിന്നെ മിഹ്ജനും അടിയിലുണ്ട് കേട്ടോ. അൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ ഖാല. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അൻ കുല്ലി ദീനാബിൻ മിൻ മിനസ്സിബായി. ദീനാബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേറ്റയുള്ളത് എന്നിട്ട് പറയാം. എന്താ സിബ എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളിൽ നിന്ന് തേറ്റയുള്ള മൃഗങ്ങൾ. തേറ്റ എന്ന് പറഞ്ഞാൽ എന്തൊരു തരം പല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ. ഇര പിടിക്കാൻ ഉപയോഗിക്കുന്ന എന്തുട്ടാ തേറ്റ. തേറ്റ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? സാധനം അല്ലേ. അർത്ഥം മിനൽ ഇബിലി ബിമൻസിലത്തിൽ ഇൻസാന മിനന്നാസ്. ബൈറിന്റെ വേറെ. അത് നോക്കാം കേട്ടോ. തേറ്റയുള്ളത് കേട്ടോ. തേറ്റയുള്ളത് ഒരു തരം പല്ലാന്ന് തോന്നുന്നുണ്ട് അല്ലേ. തേറ്റയുള്ളതിനെയും പിന്നെ അൻ കുല്ലി ദി മിഖ്ലബിൻ മിനത്തൊയ്രി. പക്ഷികളിൽ നിന്ന് നഖമുള്ളതിനെയും വിരോധിച്ചിട്ടുണ്ട്. പക്ഷികളിൽ നിന്ന് നഖമുള്ളത്. നഖം എന്ന് പിടിക്കുന്നത്. അതിന്റെ അർത്ഥങ്ങൾ ഇപ്പൊ ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വായിച്ചു തരാം കേട്ടോ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് രണ്ടും നിരോധിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ എന്തായിരുന്നു ഇതിൽ? അൻ അബ്ദി ജാറുൻ വ മജ്റൂറുൻ വഹുവ അദ്ദി മുലാഫുൻ അല്ലാഹു ലഫ്ദുൽ ജലാല മുലാഫിൻ ഇലൈഹി വഹുവ മുലാഫ് ഇബ്നു മുലാഫിൻ ഇബ്നു അബ്ബാസിന്റെ മകൻ അല്ലേ. പിന്നെ ഇബ്നു എന്നുള്ളത് നഅത്ത് വഹുവ മുലാഫ് അബ്ബാസിൻ മുലാഫിൻ ഇലൈഹി. റദിയ ഫിഅലുൻ മാലിൻ മബ്നിയുൻ അലൽ ഫതഹി അല്ലാഹു ലഫ്ദുൽ ജലാല ഫായിലുൻ മർഫൂഉൻ അൻഹുമാ ജാറുൻ വ മജ്റൂറുൻ. ഖാല ഫിഅലുൻ മാലിൻ മബ്നിയുൻ അലൽ ഫതഹി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ. ഇത് അറിയുന്നത് തന്നെ. നഹ എന്താ? ഫിഅലുൻ മാദിൻ മബ്നിയുൻ അലൽ ഫതഹത്തിൽ മുഖദ്ദറതി ലിത്തഅദ്ദുരി. റസൂലു ഫായിലുൻ മർഫൂഉൻ വഹുവ മുളാഫ് അല്ലാഹു ലഫ്ദുൽ ജലാല മുളാഫിൻ ഇലൈഹി. സ്വല്ല ഫിഅലുൻ മാദിൻ മബ്നിയുൻ അലൽ ഫതഹത്തിൽ മുഖദ്ദറതി.
അല്ലാഹു ലഫ്ദുൽ ജലാല ഫായിലുൻ മർഫൂഉൻ അലൈഹി ജാറുൻ വമജ്റൂറുൻ വാവു ഹർഫുൽ അത്ഫ് സല്ലമ ഫിഅലുൻ മാലിൻ മബ്നിയുൻ അലൽ ഫത്ഹി വൽ ഫായിലു ളമീറുൻ മുസ്തതിറുൻ തഖ്ദീറുഹു ഹുവ അൻ ഹർഫു ജറിൻ കുല്ലി ഇസ്മുൻ മജ്റൂറുൻ അൻ കുല്ലി ജാറുൻ വമജ്റൂറുൻ. കുല്ലി ദീ എന്നുള്ളത് ഇവിടെ എന്താ പറയുക, കുല്ലീൻ്റെ ശേഷം വരുന്നത് എന്താ? മുലാഫിൻ ഇലൈഹി അല്ലേ? മുലാഫിൻ ഇലൈഹി. ദീ എന്നുള്ളത് മുലാഫിൻ ഇലൈഹി വഹുവ മുലാഫ്. നാബിൻ മുലാഫുൻ ഇലൈഹി. അൻ മിന സിബായി എന്ന് പറഞ്ഞാൽ ജാറുൻ വമജ്റൂറുൻ. സിബാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്യമൃഗട്ട. നാബ് നേരത്തെ പറയില്ലേ, തേറ്റ. അൻ കുല്ലി ദി മിഖ്ലബിൻ മിനത്തൊയ്രി വാവു ഹർഫുൽ അത്ഫ് അൻ ഹർഫു ജർ കുല്ലി ഇസ്മു മജ്റൂർ വഹുവ മുലാഫ്. അൻ കുല്ലി ജാറുൻ വമജ്റൂറുൻ ദി മുലാഫിൻ ഇലൈഹി വഹുവ മുലാഫ് മിഖ്ലബിൻ മുലാഫിൻ ഇലൈഹി മിനത്തൊയ്രി ജാറുൻ വമജ്റൂറുൻ. ഇതിൽ മിഖ്ലബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഖം, അതെ, ക്ലോ എന്ന് പറയില്ലേ, എന്താ ഇതിനെ പറയാ, റാഞ്ചാൻ ഉപയോഗിക്കുന്ന നഖം. റാഞ്ചാൻ ഉപയോഗിക്കുന്ന നഖം. ഇനി ഇതിൽ ഏതൊക്കെയാ നമുക്ക് കിട്ടിയോ? ഏതൊക്കെയാ? മിഖ്ലബ് കിട്ടിയിട്ടുണ്ട് അല്ലേ? മിഖ്ലബിന്റെ ഏതാ വസ്ന്? പിന്നെന്തെങ്കിലും അർത്ഥം അതിന്റെ ഇസ്മുലാലയാണ് മിഖ്ലബിന്റെ ഖലബ. ഒരു പല്ലിന്റെ പേര് പറഞ്ഞിട്ടില്ലേ? പല്ല് എന്തിട്ട് പറഞ്ഞത്? മിഖ്ലബ് അല്ലേ? അല്ല, പല്ല് ഏതാ? നാബ് എന്നല്ലേ പറഞ്ഞ? നാബ് നബാന്നുള്ളതിന്റെ നബ എന്ന് പറഞ്ഞാൽ എന്താ? നബാന്ന് പറഞ്ഞാല് നോക്കിട്ട് പറഞ്ഞാലോ. പല്ലിനൊക്കെ ഓരോ പേരുണ്ട് ശരിക്കും. ആദ്യത്തെ നമ്മളെ മുന്നിലുണ്ടാവണ രണ്ട് പല്ലില്ലേ, ഫ്രണ്ടിലത്തെ രണ്ട് പല്ല്, താഴത്തെ മുകളിലത്തെ, അതിനൊരു പേരുണ്ട് ഷനായ. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലുള്ളതാണ്. അങ്ങനെ ഓരോ പല്ലിനുണ്ട്. തേറ്റപ്പല്ല്, കോമ്പല്ല്, അതിന് ഓരോ പേരുകളുണ്ട്. പിന്നെ ലവാഹിദുണ്ട്, ചുരുക്കുമ്പോഴാണ് ലവാഹിദ്. പിന്നെ എന്താ പറയാ, തവാജിദുണ്ട്, തവാജിദുണ്ട്, കുറെ പല്ലുകളുണ്ട്. ഞാൻ നേരത്തെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പല്ലുകളുടെ പേര്. വന്യമൃഗങ്ങളിൽ നിന്ന് തേറ്റയുള്ള മൃഗങ്ങളെയും പക്ഷികളിൽ നിന്ന് നഖമുള്ളവയെയും അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചു. ഭക്ഷിക്കാനായിരിക്കാം വിരോധിച്ചു. അതന്നെ, കാക്കലൊന്നും ഇറക്കാൻ പാടില്ലെന്ന് പറയും. അവര് നഖം കൊണ്ട് കുത്തിപ്പിടിച്ചിട്ടാണ് അവര് പിടിച്ച ഉരുവിനെ കഴിക്കുക. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പിടിക്കണ മൃഗങ്ങളൊന്നും ഇറക്കരുത് എന്ന് പറയാ. ഹദീസുകളിലെ വന്നിട്ടുള്ളതായ പദങ്ങളുടെ അർത്ഥങ്ങൾ. അൽ ബഈറു എന്നാൽ മിനൽ ഇബിലി ബിമൻസിലത്തിൽ ഇൻസാനി മിനന്നാസി. ജനങ്ങളിൽ നിന്ന് ഇൻസാൻ എന്ന പദത്തെ പോലെയാണ് എന്തെന്ന് ഈ ബഈർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജനങ്ങൾ എന്ന് പറയില്ല, ഇൻസാൻ എന്ന് പറയില്ലേ, എന്ന പോലെയാണെന്ന് ഇതില് ബഈർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആണൊട്ടകവും പെണ്ണൊട്ടകത്തിനെയും അങ്ങനെ വിളിക്കും. കോമൺ ആയിട്ട് വിളിക്കൂലേ മനുഷ്യന്മാരെ? ഇൻസാൻ എന്നല്ലേ വിളിക്കുക മനുഷ്യനെ? ഇൻസാൻ എന്ന് പറയും മനുഷ്യന്മാരെ. മൂർച്ചയില്ലാതായി ഒഴിഞ്ഞു മാറി എന്നൊക്കെയാണ് ഫേലിന്റെ മീനിങ്. മൂർച്ചയില്ലാത്തതോ?
മൂർച്ചയില്ലാത്തത് എന്നാണ് നബാന്റെ മീനിങ്. അതെ അല്ലേ. അപ്പോ റാഞ്ചാവ് അല്ല, സോറി, ഇര പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല്ലായിരിക്കും തേറ്റപ്പല്ല് എന്ന് പറഞ്ഞത്. നബ അല്ലേ. അൻബാ എന്നാണ് കേട്ടോ അതിന്റെ ബഹുവചനം. അൻബാ, നാബ്, അൻബാ. കോമ്പല്ല്, തേറ്റപ്പല്ല്. നബാ ആ കോമ്പല്ല് നബാ എന്ത് മൂർച്ചയില്ല എന്നാണ് അല്ലെ, മൂർച്ചയില്ലാത്തത് എന്നാ. നബ അത് മൂർച്ചയില്ലാത്തത്, പൊരുത്തപ്പെടാത്തത്, തെറിച്ചു പോകുന്നത് എന്നൊക്കെ. നോട്ട് ചെയ്തൊക്കെ മനസ്സിലില്ല. ആരെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നാബിന്റെ അർത്ഥമാണ് പറഞ്ഞത്. നാബിന്റെ ഫിയലാണ് നബ എന്ന് പറഞ്ഞത്. പിന്നെ നബ എന്ന് പറയുമ്പോ അലിഫ് മക്സൂറയാണ് ലാസ്റ്റ് വരുന്നത് അല്ലേ. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. പറഞ്ഞത് അതിന്റെ അർത്ഥം പറഞ്ഞതാണ്. നബാല് അലിഫ് മംദൂദയും പിന്നെ എൻബൂന്നും ആണ്. അലിഫ് മംദൂദയായിട്ട്. അലിഫ് മംദൂദിയാണ് അല്ലേ. ഇവിടെ കൊടുക്കുന്നുണ്ടോ നോക്കട്ടെ. ഇപ്പുറത്തെ പേജിൽ വലിപ്പുണ്ടാവും. ഇതിൽ വന്നിട്ടുള്ള മീനിങ് നോക്കിക്കോളൂ കേട്ടോ. ബൈറ് പറഞ്ഞില്ലേ, മനുഷ്യന്മാരിൽ നിന്ന്. മനുഷ്യന്മാർ നമ്മൾ ഇൻസാൻ എന്ന് പറയില്ലേ, മനുഷ്യൻ എന്ന് പറയുമ്പോൾ ആണിനും പെണ്ണിനും മനുഷ്യൻ എന്ന് പറയില്ലേ, എന്ന പോലെയാണ് ബൈർ എന്നാണ് ഒരു കോമൺ നെയിമാണ്. നാക്കത്തിനെയും ജമലിനെയും പറയും. ജമൽ എന്ന് പറഞ്ഞാൽ ആണൊട്ടകവും നാക്കത്ത് എന്ന് പറഞ്ഞാൽ പെണ്ണൊട്ടകമാണ്. അവരൊക്കെ കോമൺ ആയിട്ട് പറയണതാണ് ഈ ബൈർ എന്ന് കേട്ടോ. ഇനി അടുത്തത് പറഞ്ഞത് ഇസ്തലമ. ഇസ്തലമ യസ്തലിമു കണ്ടില്ലേ, യസ്തലിമു റുക്കുന. അതിന് മുന്നത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദിൻ്റെ അവിടെ റുക്കുനും കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താ പറയാ, ടച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞില്ല, അവിടെ എന്താന്നുള്ളത്. ഇസ്തലമൽ ഹജറുൽ അസ്വദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യു ലമസഹു ബിയദിഹി, കൈ കൊണ്ട് തൊട്ടു എന്നാണ്. ടച്ച് ദ ബ്ലാക്ക് സ്റ്റോൺ വിത്ത് ദ ഹാൻഡ്. ടച്ച് ചെയ്തു എന്നാണ് അർത്ഥം. എൻ്റെ ബുക്കിലുണ്ട് കേട്ടോ അങ്ങനെ. അടുത്തത് റുക്കിന് എന്ന് പറഞ്ഞാൽ എന്താ, ആ മുറാദ് ബിഹി ഹുന. ഇവിടെ റുക്കിന് എന്നുള്ള ഉദ്ദേശം അൽ ഹജറുൽ അസ്വദാണ്. പിന്നെ മഹ്ജൻ എന്തല്ലേ, മെഹ്ജനാണ്. മെഹ്ജൻ എന്താണെന്നുള്ളതാണ് കേട്ടോ. നമ്മൾ നാട്ടിൽ ഇതിൽ തോട്ടി, വടി, ഊന്നുവടി എന്നൊക്കെ പറയും. ഇവിടെ അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഹഷബത്തുൻ മിൻ തൊർഫിന അവിജാജുൻ. ഹഷബത്തു എന്ന് പറഞ്ഞാൽ ഒരു മരക്കഷ്ണം. ഫി തൊർഫിന അതിൻ്റെ അറ്റത്ത് എന്തുണ്ടാവും, വിജാജുൻ ഉണ്ടായിരിക്കും, വളവുണ്ടായിരിക്കും. അതിൻ്റെ അറ്റത്ത് എ സ്റ്റഫ് വിത്ത് എ ബെൻഡ് എൻഡ്, വളവുള്ളത്. വളവുള്ള ചിത്രമുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചിത്രമുണ്ട്. ഉണ്ടല്ലേ. നാബു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സിൻ. അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സിന്നു ബിജാനിബി റബായിയത്തി. റബായിയത്തിൻ്റെ അടുത്തുള്ള, റബായിയത്തിനോട് ചേർന്ന പല്ല്. ഇവിടെ അതിൻ്റെ ബഹുവചനം കൊടുത്തിട്ടുണ്ട്. അന്യാബുൻ നുയൂബുൻ. അതിന് രണ്ട് ബഹുവചനമുണ്ട്. കാനൈൻ ടൂത്ത്. ഇപ്പം എന്തായിരുന്നു റബായിയത്ത്, നമ്മളെ കോമ്പല്ലില്ലേ, അതാണ് ഈ പറയണത് കേട്ടോ. അതായത് നമ്മളെ ഫ്രണ്ടിലത്തെ പല്ലിനെ പറയാ ഷനായ എന്നാണ്. അത് കഴിഞ്ഞിട്ടുള്ള പല്ലിനെയാണ് ഈ എന്ത് പറയുന്നത്, രണ്ടെണ്ണം കഴിഞ്ഞില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം കൂടിയില്ലേ. നമ്മളെ ഫ്രണ്ടിലത്തെ രണ്ട് പല്ല് കേട്ടാന് പറഞ്ഞാല് റെക്കോർഡ് ഷനായ. അതിന് തൊട്ടടുത്ത പല്ലില്ലേ രണ്ടെണ്ണം അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്, റബായിയത്ത്. തൊട്ടടുത്തുള്ള പല്ലാണ് റബായിയത്ത്. മുകളിലായാലും താഴത്തായാലും കേട്ടോ. മുന്നത്തെ രണ്ട് പല്ല് ഷനായ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ റബായിയത്ത്. അത് കഴിഞ്ഞിട്ട് ഒരു തരം ഉളിപ്പല്ല് എന്നൊക്കെ പണ്ട് നമ്മളെ മലയാളത്തിൽ ഉളിപ്പല്ല് എന്നൊക്കെ പറയും. ഉളിപ്പല്ല്, കോമ്പല്ല് എന്നൊക്കെ പറയും. ആ ഒരു തരം ഒരു ചെറിയൊരു ഇതുണ്ടല്ലോ അറ്റത്തൊരു, എന്താ പറയാ, നീളം കൂടിയിട്ടൊരു മൂർച്ച പോലെ. അതാണ് ഈ പറഞ്ഞ നാബ്. നാബ് അന്യാബ് എന്ന് പറയണത്. അപ്പോൾ മനസ്സിലായി. അപ്പോൾ എത്ര തരം പല്ല് പഠിച്ചു അല്ലേ.
ഒന്ന് നമുക്ക് മനുഷ്യർക്ക് രണ്ടു തരം പല്ലുണ്ട്, പരന്ന പല്ലും കോമ്പല്ലും ഉണ്ട്. കൊമ്പലുണ്ട്. ഇത് ഷനായ ക്രൂര ഷനായ എന്ന് പറഞ്ഞ ക്രൂരമൃഗങ്ങൾക്ക് ഷനായ ഉണ്ട്. അതിന്റെ പൂർണ്ണപല്ല്. പേരിലാണ് ഈ പറഞ്ഞ റബായിയത്ത്. അത് കഴിഞ്ഞിട്ടാണ് നാലെണ്ണം നമുക്ക് എന്തുള്ളത്, ഈ പിന്നെ ആട് പശുക്കൾക്കൊക്കെ പരന്ന പല്ല് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് അവര് സസ്യങ്ങൾ മാത്രം കഴിക്കുന്നത്. അന്യാബ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമ്മള് ഇത് എന്താ പറയാ ലവാഹിക്ക് വരുന്നത്. ഈ കല്ല് കഴിഞ്ഞിട്ട് ലവാഹിക്ക് തവാജിദ് തവാഹിദും ഉണ്ട്, തവാജിദും ഒക്കെ ഉണ്ട്. എന്തായാലും ഹയർ. അടുത്ത പേജ് നോക്കാം. എൻ്റെ ബുക്കിൽ അടുത്ത പേജിലാണ് നെക്സ്റ്റ്. അടുത്തത് എന്താ, അസ്സബുഉ എന്ന് പറഞ്ഞാൽ കുല്ലു മാലഹു നാബുൻ കൽ അസദി വദ്ദിഅബി വന്നമിരി. അതിൻ്റെ ബഹുവചനം സിബാഉൻ. അസ്സബുഉ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്യമൃഗം, കുല്ലു മാലഹു എല്ലാതിനും, ലഹു നാബു തേറ്റയുള്ള എല്ലാതും, തേറ്റയുള്ള എല്ലാതിനെയും പറയട്ടാ. കൽ അസദി സിംഹം പോലെ, ചെന്നായ പോലെ, നമിർ എന്ന് പറഞ്ഞ പുലിയല്ലേ, പുലി പോലെ. അതിൻ്റെ ബഹുവചനം സിബാഉൻ. ഇനി അടുത്തത് നമ്മൾ പക്ഷിൻ്റെ ഒരു നഖത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ, അൽ മിഖ്ലബു എന്ന് പറഞ്ഞാൽ ഹുവ ലിത്താഇരി. അതെന്ന് പറഞ്ഞാൽ അതെന്താണ്, ലിത്താഇരി പക്ഷികൾക്കുള്ളതാണ്. വസ്സുബഉ കൽ ദുഫ്രി ലിൽ ഇൻസാനി, മനുഷ്യന് നഖമുള്ളതുപോലെ പക്ഷിക്കും എന്താ പറയുക, വന്യമൃഗങ്ങൾക്കും ഉള്ളതാണ് ഇത്. ഈ എന്താ പറയുക, ഇര പിടിക്കാൻ ഉപയോഗിക്കുന്ന നഖം, അതാണ് മെഹുലബ് കേട്ടോ. ഇനി അത്വയറു എന്ന് പറഞ്ഞാൽ ത്വയർ പക്ഷികൾ അല്ലേ, ജം ഉൻ മുഫ്രദുഹു, അതിൻ്റെ മുഫ്രദ് ത്വായിറുൻ എന്നാണ്. ഇനി ഇതിൽ പറഞ്ഞത് ഇസ്തഖ്രിജ് മാഫി ദർസി, പാഠത്തിലെ യാതൊന്നിൽ നിന്ന് നിങ്ങൾ പുറത്തെടുക്കണം. മിൻ അസ്മായിൽ ആലാദി, ഇസ്മുൽ ആലത്തുകളിൽ നിന്നും നിങ്ങൾ പാഠത്തിൽ നിന്ന് പുറത്തെടുക്കണം. വദ്കുർ വസ്ന കുല്ല വാഹിദിൻ മിൻഹ, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യണം. അതിൻ്റെ വസ്നും പറയണം. വൽ ഫിഅലുല്ലദി ഉഷ്തുഖ മിൻഹു, ഏത് ക്രിയയിൽ നിന്നാണ് അത് വന്നത് എന്നും കൂടി പറയണം. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. പാഠം എടുത്തിട്ടില്ലല്ലോ, നമ്മൾ പാഠത്തിലേക്ക് പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 3 കോളൊക്കെ വരച്ചിട്ട് ആദ്യം ഇതിൻ്റെ ഇസ്മുൽ ആല എഴുതണം, പിന്നെ വസ്ൻ എഴുതാം, പിന്നെ ഏത് ക്രിയയിൽ നിന്നാണ് അത് ഉഷ്തുഖ മിൻഹു എഴുതാം കേട്ടോ, ഡിറൈവ്ഡ് ഫ്രം. അടുത്തത് ബയ്യിൻ. ബയ്യിൻ എന്ന് പറഞ്ഞാൽ അയ്യിൻ എന്ന് പറഞ്ഞാൽ ഒരുപോലെ തന്നെ. ബയ്യിൻ എന്ന് പറഞ്ഞാൽ നീ വ്യക്തമാക്കണം. നൗഅ കുല്ലിൻ മിനൽ മുഷ്താഖിൽ ആത്തിയത്തി, തുടർന്ന് വരുന്ന ഓരോന്നിൻ്റെ ഇനങ്ങൾ നമ്മൾ വ്യക്തമാക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് ആദ്യത്തത് മർഇയുൻ. നമ്മളത് എന്താണെന്നറിയോ, ഏത് ഇനമാണ്, ഏതിൽ മുഷ്താഖ് അതാണ് കേട്ടോ. തുടർന്ന് വരുന്നതിൻ്റെ ഓരോന്നിൻ്റെ ഇനങ്ങൾ വ്യക്തമാക്കണം. മർഇയുൻ എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ എന്താണ് മർഇയുൻ, നോക്കിയൊക്കെ ഞാൻ നോക്കണ, എൻ്റെ എന്താ മർഇയുൻ എന്നുള്ളത്, നോക്കിയോ, പെൻസിൽ എടുത്തില്ല, പെൻസിലിന് ഷാർപ്പില്ല. ഇസ്മു മഫ്ഊൽ നോക്കിയോ, ഇസ്മു മഫ്ഊലാണ് അല്ലേ, ഇസ്മു മഫ്ഊലാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ എന്താണെന്ന് ഇസ്മു ഫായിൽ കിട്ടിയാ, നോട്ട് ചെയ്തു ഞാൻ തന്നെ മറക്കും. എത്രാമത്തെ പാഠം, 4. അടുത്ത ഇത് 7 അല്ലേ. ഇതിൽ റന്റെ മുലാരി ആണ് യറ അല്ലേ, യറ അല്ലേ.
എറ. ആ, എറ. ഇനി അതിന്റെ അമ്രാണ് റ. ഞാനിത് നോക്കുന്നുണ്ട് കേട്ടാ. റ നമുക്കറിയാലോ റ ഇതാക്കിയതൊക്കെ നമുക്കറിയാം അല്ലേ. ഇതിന്റെ മജ്സൂം നോക്കട്ടെ കേട്ടാ. മൻസൂബ് അല്ല ഒന്ന് പറഞ്ഞേ നമ്മളൊന്ന് തസ്രീഫ് ചെയ്ത ഞാൻ നോക്കണ്ടേ. നോക്കിയിട്ടാണ് പറയണം. തസ്രീഫ് ചെയ്ത് എങ്ങനെയാ പറയാ? പിന്നെ റഅയ്തു നമുക്കറിയാം അല്ലേ. ഇനി എങ്ങനെ പറയാം? എറൗന തറ തറയാനി എറൈന തറ തറയാനി തറൈന അറ നെറ. ഇനി നസ്ബാവുമ്പോഴാ വ്യത്യാസമൊന്നുമില്ല അല്ലേ. ആ അവിടെ വ്യത്യാസം ഉണ്ടാവൂല. എറയാ എറൗ തറ തറയാ തറയിന. അവിടെ നൂനിൽ നിസ്ബക്ക് വ്യത്യാസമില്ല അല്ലേ. തറ തറ നെസ്ബാവുമ്പോഴും അറ നറ. ആ അല്ല വേറൊരു കാര്യം ഉണ്ട് കേട്ടാ. നെസ്ബാകുമ്പോ ജസ്മാവുമ്പോ അതിനെ കളയണ്ടേ. ആ ഹദ്ഫി ഹർഫിൽ ജസ്മാവുമ്പോ വ്യത്യാസം നൂനിനെ കളയണ്ടല്ലോ. ജസ്മാകുമ്പോഴാണ് പറഞ്ഞത് എറ അവിടെ കളഞ്ഞിട്ടുണ്ട്. എറ അത്ര ഉള്ളു. എറയാ അവിടെ ഇതില്ല. എന്താ അറ എറ എന്നൊക്കെ പറയുമ്പോ എന്തില്ല? നമ്മുടെ അക്ഷരം ഇല്ല. വെറും റായാണ്. പക്ഷെ സാധാരണ അത് ഉപയോഗിക്കാറില്ല കേട്ടാ അമ്ര. പക്ഷെ നമ്മള് നോക്ക് എന്ന് പറയണ ഞൊന്തൂർ എന്നൊക്കെ അല്ലേ പറയാറ്. ഷുഫ് എന്ന് പറയും. ഇസ്മു ഫായില് റായിൻ ട്ടാ. ഇസ്മു ഫായില്. പിന്നെ ഇസ്മു മഫൂലാണ് മർഇയുൻ. പിന്നെ ഇതിലെ മസ്തർ റായൻ്റെ റുഇയത്തുണ്ട് തോന്നുന്നുണ്ട് മസ്തർ. ശരി, അപ്പൊ ഇത് ഇസ്മു മഫൂൽ കേട്ടാ. അപ്പൊ ഇതിന്റെ എന്താണെന്നാണ് പറയേണ്ടത്? ഇസ്മു മഫൂലാണ് കേട്ടോ. അത് അടുത്തത് പറഞ്ഞു മർഅൻ. ഇപ്പൊ പറഞ്ഞില്ല മർഅൻ നമ്മൾ പറഞ്ഞില്ല അല്ലെ. മർഅൻ എന്തുട്ടാ? ഇസ്മു മക്കാൻ കേട്ടാ. ഇസ്മു മക്കാൻ. മർഇ എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടത്. മർ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന സ്ഥലം. മർഅൻ ട്ടാ. മിർആത്ത് നിങ്ങൾക്ക് അറിയാലേ. മിർആത്ത് നമ്മളിപ്പോ പഠിച്ചില്ലേ. എന്താ വാഹിദ മർ എന്ന് പറഞ്ഞാൽ ഇസ്മു മക്കാൻ ട്ടാ. ശരി. മറ്റേത് ഇസ്മു മഫൂല്, ഇസ്മു മക്കാന്, ഇസ്മുൽ ആല ട്ടാ. മിക്കിയാലുൻ എന്തായിരുന്നു? മിക്കിയാലുൻ മക്കീലുൻ. കാലന്റെ എന്തായിരുന്നു? മിക്കിയാലുൻ. കാല നോക്കണം. കാല കാല എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മറന്നോ? കാല മാലിയല്ലേ. ഒന്ന് മാലി വെച്ചിട്ട് പറഞ്ഞേ. അളവ് പാത്രം അളക്കുന്ന പാത്രം. ഇതിൽ കാണില്ല, വരുന്നില്ല. അളക്കുന്ന പാത്രം കേട്ടോ. മിക്കിയാലും ഇസ്മുൽ ആല. മക്കീലുന ഇസ്മു മഫൂല് കേട്ടാ. ഇസ്മു മഫൂല് അളക്കപ്പെടുന്നത്, അളക്കപ്പെടുന്ന വസ്തു. അടുത്തത് ഫാത്തിഹുൻ. അത് എളുപ്പമാണ് അല്ലേ. ഫാത്തിഹുൻ നല്ല എളുപ്പമല്ലേ. ഫാത്തിഹുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫതഹന്റെ എന്താ ഫാത്തിഹുന്? ഇസ്മു ഫാഇൽ. മിഫ്താഹുൻ ഇസ്മുൽ ആല. മഫ്തൂഹുൻ
ഇസ്മുൽ ആലയല്ലല്ലോ അല്ലേ? വലത. മൗലിദ് എന്ന് പറഞ്ഞാല് അതെ, ശരിക്കും പറഞ്ഞാൽ മൗലിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ജനിച്ച സ്ഥലം എന്നൊക്കെയാണ്. ഇസ്മു മക്കാന് അല്ലെങ്കിൽ സമാനാണ്, ജനിച്ച സമയം സ്ഥലം എന്നൊക്കെയാണ് അർത്ഥം. മൗലിദുൻ മൗലിദുൻ ഇസ്മു മക്കാനും ഇസ്മു മക്കാനാണ്. മൗലൂദുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗലൂദ് ഇസ്മു മഫൂല്, പ്രസവിക്കപ്പെട്ടത് കുട്ടീനെ പറയില്ല. മൗലൂദുൻ പ്രസവിക്കപ്പെട്ടത്. വലത എരിതു. ഇനി അതിൽ പറഞ്ഞത് ഹാത്തി ജം അൽ അസ്മാഇൽ ആദിയത്തി, തുടർന്ന് വരുന്നതിൻ്റെ ഇസ്മുകളുടെ ബഹുവചനം. തുടർന്ന് വരുന്ന ഇസ്മുകളുടെ ബഹുവചനം കൊണ്ടുവരണം. എന്തായിരുന്നു ഇത്? തൊലിബത്തുന്നാണോ വായിക്കുക? തൊലിബത്താണ്. തൊലിബത്തുൻ. തൊലിബത്തുൻ എന്ന് പറഞ്ഞാൽ ആവശ്യം. അല്ലടാ, തൊലിബത്തുനാണത്. ആവശ്യം. അതിന്റെ മസ്തറാണ്, അതാണ് കെസ്റ വന്നിട്ടുള്ളത് കേട്ടോ. തൊലിബത്തുൻ എന്ന് പറഞ്ഞാല് ആവശ്യം. ഹാജത്തുൻ എന്നൊക്കെ പറയാം, ആവശ്യം. തൊലബാത്തുൻ തൊലബാത്തുൻ, അതിന്റെ ബഹുവചനം തൊലബാത്തുൻ. അടുത്തത് തിറാസുൻ. തിറാസുൻ എന്ന് പറഞ്ഞാൽ മോഡൽ, ഫാഷൻ എന്നൊക്കെ പറയും. പാഠത്തിൽ വന്നിട്ടുണ്ട്, വായിക്കുമ്പോൾ മനസ്സിലാവും. തിറാസു എന്ന് പറഞ്ഞാൽ മോഡൽ, ഫാഷൻ. അതിൻ്റെ ബഹുവചനം അല്ലേ പറയാൻ പറഞ്ഞത്? തുറുസുൻ. തുറുസുൻ. ദൊമ്മ റാ ദൊമ്മ സ ദൊമ്മത്തൈൻ, തുറുസുൻ. വേറൊരു എണ്ണം കൂടി ഉണ്ട്, അതിറിസത്തുൻ. അതുറിസത്തുൻ അതുറിസത്തുൻ അതുറിസത്തുൻ. ഓക്കെ. അടുത്തത് മുത്തഫിഫുൻ. മുത്തഫിഫുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുത്തഫിഫീന് പഠിച്ചിട്ടില്ലേ? അതിൻ്റെ ബഹുവചനം നമ്മൾ പഠിച്ചിട്ടില്ലേ? മുത്തഫിഫൂൻ. മുത്തഫിഫൂൻ. വൈലുല്ലിൽ മുത്തഫിഫൂൻ അല്ലേ? എന്താ മറന്നല്ലോ. വൈലുല്ലിൽ മുത്തഫിഫൂൻ. ശരി. അതിന്റെ വചനം കൊടുത്തിട്ടുണ്ട്. മുത്തഫിഫുൻ മുത്തഫിഫുൻ. അത് ഫോം 2 ആണ് കേട്ടോ. തൊഫഫ ട്ടാ, തൊഫഫ. അടാ, അത് ലാം ഹർഫ് ജർ വന്നോണ്ടല്ലേ മുത്തഫിഫീൻ വന്നത്. നിങ്ങൾ എന്തായി പറയുക? അത് ജമു മുദക്കർ സാലിം. അളവിലും തൂക്കത്തിലും കമ്മി വരുത്തുന്നവൻ. എങ്ങനെ? അളവിലും തൂക്കത്തിലും കമ്മി വരുത്തുന്നവനല്ല മുത്തഫിഫീൻ. അളവിലും തൂക്കത്തിലും കമ്മി വരുത്തുന്നവൻ. ഫോം 2 വേണ്ട. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, തഫഫ യുത്തഫിഫു, അതാണ് കേട്ടോ. അടുത്തത് മിഹ്ലബുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചല്ലേ? കേട്ടോ, മിഹ്ലബുൻ പക്ഷികളുടെ ക്ലോസ്. അതിന്റെ ബഹുവചനം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? മിഹ്ലബുന്റെ കൊടുത്തിട്ടില്ല, ഞാൻ അവിടെ നോട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് മിഹ്ലബുന്റെ നോക്കിട്ടോ, അവിടെ ഉണ്ടാവും. നോട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതൊരാണ് മിഹ്ലബുൻ. എന്തായിരുന്നു അതിന്റെ ബഹുവചനം? എഴുതിണ്ടാ? അത് എഴുതിയിട്ടില്ലല്ലോ, നോട്ട് ചെയ്ത് വെച്ചിട്ടില്ല. മിഹ്ലബുൻ ഇവിടെ ഇതിലില്ല അല്ലേ? ലെസണിലില്ല അല്ലേ? പാഠത്തില്ല. ഇവിടെ നമ്മൾ വായിച്ചു കൊടുത്തൊന്നും കഴിഞ്ഞു പോയിട്ടില്ലല്ലോ. അല്ലടാ, ബഹുവചനം വായിച്ചു പോയിട്ടില്ലല്ലോ. നോക്കിട്ട് പറഞ്ഞതാ. റംഷിദ് എഴുതിണ്ടാ? ഞാൻ എഴുതിയിട്ടില്ല. മഹാലിബുൻ കാണുന്നുണ്ട്. മഹാലിബുൻ കാണുന്നുണ്ട്. മഹാലിബ് വജല് മഹാലിബ് കാണുന്നുണ്ട്. ഞാനത് എന്താണ് ഓരോ ഓർമ്മ എഴുതിയിട്ടില്ല. ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. മഹാലിബ്
വേറെ എന്തെങ്കിലും മഹാലിബുന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. മമ്നു മിന സർഫ് കേട്ടോ, മഹാലിബു. അതേപോലെ നേരത്തെ പറഞ്ഞതില്ലേ, പിന്നെ തൊലിബത്തും തൊലിബാത്തും അല്ലേ? തൊലബാത്തുന്നല്ലേ പറയണ്ടേ? തൊലീബാത്തുന്നല്ലേ? തൊലിബത്തും തൊലിബാത്തും നമ്മൾ ഇവിടെയൊക്കെ തൊലബാത്താണ് കൊടുക്കാറുള്ളത്. നോക്കട്ടെ കേട്ടോ, പറഞ്ഞാൽ ഇത് മെഹ്ജനും നോക്കട്ടെ കേട്ടോ. മെഹ്ജനും ഗൂഗിളിൽ മഹാലീബെന്നാണ് കാണുന്നത്. മഹാജിബ്. അപ്പൊ ഒരെണ്ണം മഹാജിനും ഒരു മഹാലീബും ആണ് അല്ലേ. പിന്നെ തൊലിബത്ത് അല്ലേ, തൊലബാത്തുന്നാണ് സാധാരണ പറയാറുള്ളത്. ഇവിടെയൊക്കെ ഇങ്ങനെ ഈ ഫുഡ് പുസ്തകത്തിലുണ്ട് ടീച്ചറെ. ഏറാബെന്നൊന്ന് കറിയില്ല. ഹാഷിമ അക്സറ തൊലബാത്തിക യാ ഉമ്മി അഹമ്മദ്. പാഠത്തിലുള്ളതാണത്. അല്ല, അത് നമ്മുടെ കാര്യമാവൂലേ തൊലിബാത്ത് എന്ന് പറയുമ്പോ? തൊലിബത്തും തൊലിബാത്തും ഷായക്കാർക്ക് പുസ്തകത്തിൽ ഇറാബുണ്ടാവില്ല. ഷായത്തെന്നോന്ന് ചോദിക്കേ ഇറാബോ പാഠത്തില് എന്തിന്റെ ഇറാബ വേണ്ടത്? തലിബാത്തിക്കേന്റെ തൊലിബാത്ത് അതിലിപ്പോ റംഷിത പറയുന്നേ. അതേത് ഭാത്താ? പാഠത്തിലുണ്ട് അല്ലേ. പാഠത്തില് മൂന്നാമത്തെ ഹിഷാമ് മാക്സറ തൊലിബാത്തിക്കയ ഉമ്മി അഹമ്മദ്. തൊലിബാത്തിക്കാന്ന് അത് തൊലിബാത്തിക്കാന്ന് തന്നെ. ശരി, അല്ല കറക്റ്റ് ആണ് കേട്ടോ. തൊലിബാത്താണ് കേട്ടോ, തൊലബാത്ത് അല്ല. തൊലബാത്ത് ഇവിടെ കാണാറുണ്ട്. തൊലബ് അതിന്റെ വേറെ വാക്കായിരിക്കും. ഇനി പാഠത്തിലേക്ക് പാഠം എടുക്കണോ? എടുക്കാം. അത് പറഞ്ഞു മഹാജിൻ. നിങ്ങൾ നോക്കിയില്ലേ, മഹാലിബും മഹാജിൻ രണ്ടും ഫൈദ വസനാണ്. തൊലിബാത്തും നെക്സ്റ്റ് പേജിലുണ്ട്. അറബി തൊലിബത്തുൻ റിക്വസ്റ്റ് ഡിമാൻഡ് പ്ലൂറൽ തൊലിബാത്തുൻ കണ്ടോ, ഇപ്പോഴത്തെ പേജിലുണ്ട് കേട്ടോ. പാഠം എടുക്കണോ? റെഡിയാണോ? ആയിക്കോട്ടെ, ശരി. അപ്പൊ എന്നാ ഇൻഷാ അല്ലാഹ് ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറ.